മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കണ്ണിലെ കരടായി കടകംപള്ളി സുരേന്ദ്രൻ മാറിയോ എന്ന സംശയമാണ് ഉയർന്നു വരുന്നത്. തിരുവനന്തപുരത്തെ CPM VS അച്യുതാനന്ദന്റെ പിടിയിലായിരുന്ന കാലം, അവിടെ നിന്ന് തിരുവനന്തപുരത്തെ പിണറായിക്ക് അനുകൂലമാക്കിയ നേതാവാണ് കടകംപള്ളി സുരേന്ദ്രൻ. VS പക്ഷത്തെ കരുത്തനായ പിരപ്പിൻകോട് മുരളിയെ CPM ജില്ലാ സെക്രട്ടറി തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ച കടകംപള്ളിയാണ് പിണറായിയെ CPMലെ പ്രധാന മുഖമാക്കിയത്. തിരുവനന്തപുരത്തെ പാർട്ടി തോൽവിയോടെയാണ് VS പരസ്യമായ തിരുത്തൽ പോരാട്ടം അവസാനിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ കടകംപള്ളിയെ പിണറായി ശാസിച്ചത് CPMന് പുതിയൊരു അനുഭവമാവുകയാണ്. നിയമസഭയിൽ ടൂറിസം, വനം വകുപ്പുകൾക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച CPMലെ കടകംപള്ളി സുരേന്ദ്രനെയും CPIയിലെ വാഴൂർ സോമനെയും LDF പാർലമെന്ററി പാർട്ടി യോഗം വിളിച്ചു ചേർത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശാസിച്ചത് വലിയ ചർച്ചയായിട്ടുണ്ട്. ഇതിനായി മാത്രം യോഗം വിളിച്ചു ചേർത്ത മുഖ്യമന്ത്രിയുടെ നടപടി അസാധാരണമായി. CPI MLAയെ ശാസിച്ച മുഖ്യമന്ത്രിയുടെ നടപടിയിൽ CPI അതൃപ്തിയിലുമാണ്. ഇക്കാര്യം CPI സെക്രട്ടറി ബിനോയ് വിശ്വം CPM നേതൃത്വത്തെ അറിയിക്കും. SFIയുടെ അക്രമ രാഷ്ട്രീയവും CPI ആലോചനപ്പെടുത്തുന്നുണ്ട്. അതിനിടയിലാണ് SFIക്കാരെ ന്യായീകരിക്കുന്ന മുഖ്യമന്ത്രി തെറ്റ് ചൂണ്ടിക്കാട്ടിയ വാഴൂർ സോമനെ വിമർശിച്ചത്. ആക്കുളം കായൽ പുനരുജ്ജീവന പദ്ധതി നീണ്ടുപോകുന്നതിൽ ടൂറിസം വകുപ്പിന്റെ അലംഭാവം കടകംപള്ളി ആരോപിച്ചതും വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ കൊണ്ട് വനാതിർത്തിയിൽ ഉള്ളവർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് വാഴൂർ സോമൻ തുറന്നടിച്ചതുമാണ് പിണറായി വിജയനെ പ്രകോപിപ്പിച്ചത്. കടകംപള്ളി മന്ത്രി PA മുഹമ്മദ് റിയാസിനെ ഉന്നമിട്ടപ്പോൾ വാഴൂർ സോമന്റെ ലക്ഷ്യം NCPയുടെ മന്ത്രി AK ശശീന്ദ്രനായിരുന്നു. കടകംപള്ളിയെ മാത്രം വിമർശിച്ചാൽ അത് പല വ്യാഖ്യാനങ്ങൾക്കും ഇട നൽകും. അതുകൊണ്ടാണ് വാഴൂർ സോമനെ കൂടി വിമർശിച്ചത് എന്ന വിലയിരുത്തൽ ശക്തമാണ്. ഈ രണ്ട് പ്രസംഗങ്ങളും ചർച്ച ചെയ്യാൻ വേണ്ടി മുഖ്യമന്ത്രി വിളിച്ച യോഗമാണ് ഇതെന്ന് CPI നിയമസഭാ കക്ഷി നേതാവ് E ചന്ദ്രശേഖരൻ അറിയിച്ചു. തുടർന്ന് മുഖ്യമന്ത്രി രണ്ടുപേരുടെയും പ്രസംഗങ്ങൾ വായിച്ചു. പരിണതപ്രജ്ഞരായ 2 അംഗങ്ങളിൽ നിന്ന് ഈ നടപടി പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് അസാധാരണ സംഭവമായിരുന്നു. ബിനോയ് വിശ്വത്തെ വാഴൂർ സോമൻ തന്റെ പരാതി അറിയിച്ചിട്ടുണ്ട്. എന്നാൽ കടകംപള്ളിക്ക് പരാതി പറയാൻ ഇടവുമില്ല. CPMൽ പിണറായി വിരുദ്ധ ചേരിക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ വെട്ടിനിരത്തുമെന്ന സന്ദേശമാണ് കടകംപള്ളിക്കുള്ള വിമർശനത്തിലുള്ളത്. പാർട്ടിയിൽ അസാധാരണ വഴിയിലൂടെ നീങ്ങി ആധിപത്യം നിലനിർത്താനാണ് പിണറായിയുടെ നീക്കം. വിമർശനങ്ങളോ പരാതികളോ ഉണ്ടെങ്കിൽ അത് മന്ത്രിമാരോട് നേരിട്ട് പറയുന്നതിൽ തെറ്റില്ല. എന്നാൽ നിയമസഭയിൽ പൊതുചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് ശരിയായ നടപടിയല്ല. സഭയിലെ പ്രസംഗങ്ങളിൽ ആ ജാഗ്രത പാലിച്ചേ തീരൂ. ഈ 2 പേർ പ്രസംഗിച്ചത് കാണുമ്പോൾ എന്തുകൊണ്ട് തങ്ങൾക്കും ആയിക്കൂടാ എന്ന് മറ്റുള്ളവർക്കും തോന്നാം. അതുകൊണ്ട് കൂടിയാണ് ഈ യോഗം വിളിച്ച് ഇക്കാര്യം വ്യക്തമാക്കുന്നത് എന്നായിരുന്നു മുഖ്യമന്ത്രി വിശദീകരിച്ചത്. മന്ത്രിയാകും മുമ്പ് KB ഗണേഷ് കുമാറിനെ പോലെയുള്ളവർ ആരോഗ്യ വകുപ്പിനെയും മറ്റും കടന്നാക്രമിച്ചിട്ടുണ്ട്. എന്നാൽ അന്നൊന്നും മുഖ്യമന്ത്രി ഇടപെട്ടിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. റിയാസിനെതിരെ പാർട്ടിക്കുള്ളിലും വിമർശനം ശക്തമാകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് യോഗമെന്നതും ശ്രദ്ധേയം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പ്രതിപക്ഷം കൂടുതൽ ആവേശത്തിലായ സാഹചര്യത്തിൽ കൂടുതൽ ശ്രദ്ധയും ജാഗ്രതയും ഓരോ MLAയും പുലർത്തണമെന്ന് നിയമസഭാ കക്ഷി യോഗത്തിൽ മുഖ്യമന്ത്രി നിഷ്കർഷിച്ചു. കടകംപള്ളി യോഗത്തിന് ഉണ്ടായിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. മറ്റാരും പ്രസംഗിച്ചില്ല. വിമർശിക്കാനാണ് യോഗമെന്ന തിരിച്ചറിവിൽ കടകംപള്ളി മാറിയെന്നാണ് സൂചന. തിരുവനന്തപുരത്തെ ജില്ലാ നേതൃയോഗത്തിലും മുഖ്യമന്ത്രിക്കും പൊതുമരാമത്ത് മന്ത്രിക്കും രൂക്ഷ വിമർശനം ഉയർന്നു. ഇതിന് പിന്നിലുള്ളവരെ നിരീക്ഷിക്കാനും CPM പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനിടയിലാണ് കടകംപള്ളിയെ യോഗം വിളിച്ച് മുഖ്യമന്ത്രി വിമർശിക്കുന്നത്.